ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ വീഡിയോസ് ആദ്യം മറ്റാണ് കാണുന്നത് വെച്ചാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ശരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പാട്ടോ. കർക്കിടകത്തിൽ ദേഹരക്ഷയ്ക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി എള്ളുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നേക്കണേ. ഞാനിതൊന്ന് ട്രൈ ചെയ്ത് ഉമ്മച്ചിക്കൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. നിങ്ങളും എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കണം കേട്ടോ. നിങ്ങൾ ഉമ്മച്ചിക്കോ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ മറക്കരുത്. നിങ്ങൾ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എള്ള് വറുത്തെടുക്കാം കേട്ടോ. എള്ള് അധികം നേരം ഇട്ടിട്ട് വറക്കാൻ നിൽക്കരുത്, എള്ള് കരിഞ്ഞു പോവും. അതൊരു എള്ള് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എള്ള് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തായിട്ട് നേരെ നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നെയ്യ് കട്ടിയായിട്ടുണ്ടായിട്ടോ. അപ്പോൾ ആ നെയ്യ് ഒന്ന് ഇതാക്കി ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കപ്പലണ്ടി എടുത്തൊന്ന് വറുത്തെടുക്കാം കേട്ടോ. കപ്പലണ്ടി വറന്ന് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് നാളികേരം വേണം. ഒരു നാളികേരം ഇട്ട് ഇതേ ഷെയ്ഡ് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് ആവണ വരെ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. കുറച്ച് നെയ്യ് നാളികേരത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നെയ്യ് എടുത്തത് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ നാളികേരത്തിൽ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്നൊരു ഗോൾഡൻ ഷെയ്ഡ്, ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ പതുക്കെ ഫുൾ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോയിലിട്ടാണ്ടോ, ഞാനൊരു മീഡിയത്തിലിട്ടാണ് ഇതാക്കി എടുത്തിരുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ശർക്കര ഗ്രേറ്റ് ചെയ്ത് വേണം കേട്ടോ. അത് വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിലേക്ക് നമുക്ക് ജാറിലേക്ക് നമ്മളെ എള്ളിട്ട് കൊടുക്കാം കേട്ടോ. എള്ളെടുത്ത് ഞാൻ നല്ലോണം ഇതിട്ട് അരച്ചല്ലോ പൊടിച്ചെടുക്കുക. അതായത് എള്ളിൻ്റെ എണ്ണമയം പുറത്തേക്ക് വരുന്ന രീതിയിൽ നല്ലോണം ഇതാക്കിയെടുക്കുക. ഈ ഒരു ഇതിൽ എടുക്കുക കേട്ടോ. നമുക്ക് ആ എള്ളിൽ നിന്ന് ആ എണ്ണ വരുമ്പോൾ ഒരു പ്രത്യേക ടൈപ്പ് ആവും. പൊടിഞ്ഞോ അല്ല ഒരു അരഞ്ഞോ അല്ലാത്തൊരു ഇതിലാവും. അതിൽ നമുക്ക് എടുക്കാം കേട്ടോ എള്ള്. പിന്നെ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിരിക്കേണ്ടത് നാളികേരമാണ്. നമ്മൾ എടുത്ത് വെച്ചിരുന്ന നാളികേരം. ഞാൻ ശർക്കര ഇവിടെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉരുക്കിയിട്ട് അതിലും ഒഴിക്കുക. ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഈ നാളികേരത്തിൻ്റെ ഒപ്പമാണ് ഇട്ട് കൊടുക്കണത്. ശർക്കര ഗ്രേറ്റ് ചെയ്ത് നാളികേരത്തിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നല്ലോണം ഇതാക്കിയെടുക്കുക. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ശർക്കര ഒന്ന് ഇതായിട്ട് ഒരു എണ്ണ തെളിഞ്ഞ പോലത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നാളികേരവും അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മളെ വറുത്ത് വെച്ചേക്കണം കപ്പലണ്ടി ഉണ്ടല്ലോ. കപ്പലണ്ടി നല്ലോണം അരച്ചെടുക്കരുത് കേട്ടോ. കുറച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കപ്പലണ്ടി നമുക്ക് അതിൽ കടിക്കാൻ കിട്ടണം, എന്നാലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ കുറച്ച് കപ്പലണ്ടി പുറത്ത് വിട്ട് വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ കപ്പലണ്ടി പൊടിച്ചെടുക്കാം കേട്ടോ. ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ എള്ളും ഈ തേങ്ങയുടെയും ശർക്കരയുടെയും കപ്പലണ്ടിയും അല്ലാതെ രീതിയിൽ എത്തുന്ന രീതിയിൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് നല്ല രീതിയിൽ ഇങ്ങനെ ഊരിട്ടെടുക്കാൻ പറ്റണം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് പിടിക്കുമ്പോൾ കറക്റ്റ് നമുക്ക് റൗണ്ടാക്കി ലഡു പോലെ എടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഹെൽത്തിനും നല്ലതാണ്. കർക്കിടകമൊക്കെ തുടങ്ങല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഹെൽത്തൊക്കെ ഒന്ന് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കാം. ഞാനിപ്പോൾ ഉമ്മച്ചിക്കാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കിയത്. നല്ല രീതിയിൽ നമുക്കത് ഉരുട്ടിയെടുക്കാം കേട്ടോ. കറക്റ്റ് റൗണ്ടിൽ വരും കേട്ടോ. ആ നെയ്യും പിന്നെ എള്ളിൻ്റെ ആ ചെറിയ എണ്ണമയവും എല്ലാം കൂടിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തേക്കണേ. ബൈ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.